സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം. ടോട്ടൻഹാം മുഖ്യ പരിശീലകനായി നിയമിച്ചതിനെ ഒരു യക്ഷിക്കഥ എന്നാണ് പുതിയ പരിശീലകൻ തോമസ് ഫ്രാങ്ക് വിശേഷിപ്പിച്ചത്. ക്ലബിൻ്റെ പ്രതിസന്ധികളാൽ നിറഞ്ഞ ഒരു സീസണിന് ശേഷം ഐക്യത്തിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 17 വർഷത്തിനിടെ ടോട്ടൻഹാമിന് ആദ്യ ട്രോഫി നേടിക്കൊടുത്ത് ഏതാനും ആഴ്ചകൾക്ക് ശേഷം ആഞ്ചെ പോസ്റ്റെക്കോഗ്ലുയെ മാറ്റിസ്ഥാപിച്ചതിന് ശേഷം ആദ്യമായി സംസാരിച്ച മുൻ ബ്രെൻറ്റ്ഫോർഡ് പരിശീലകൻ ടീമിൻ്റെ നേട്ടങ്ങൾ തുടർന്ന് നിറവേറുവാൻ ക്ലബിൻ്റെ ചെയർമാൻ ഡാനിയൽ ലെവി മുതൽ ഒത്തൊരുമ അനിവാര്യമാണെന്ന് പറഞ്ഞു. പ്രീമിയർ ലീഗിൽ 17ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ യൂറോപ്പ ലീഗിൽ പരാജയപ്പെടുത്തിയാണ് ടോട്ടൻഹാം ഈ സീസൺ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ വരുന്നത്. ലാസ്റ്റ് സീസണിൽ ടോട്ടൻഹാം ചെയർമാനുമായുള്ള ആരാധക ബന്ധം വഷളായിരുന്നു. തോൽവികൾ കൂടിയപ്പോൾ കോച്ചിനേക്കാൾ ചെയർമാനായിരുന്നു ആരാധകരുടെ വിമർശനം കേൾക്കേണ്ടി വന്നത്. 2019 ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ചിട്ടും ടീമിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. മൗറിസിയോ പൊച്ചറ്റീനോയെ പിരിച്ചുവിട്ടതിന് ശേഷം ടോട്ടൻഹാമിൻ്റെ സ്ഥിരമായ 5ാമത്തെ പരിശീലകനാണ് ഫ്രാങ്ക് തുടർന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വേഗത്തിൽ ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാം, എന്നാൽ വലിയൊരു കാര്യം നേടണമെങ്കിൽ ഒരുമിച്ച് പോകണം എന്നാണ് തോമസ് ഫ്രാങ്ക് പറഞ്ഞു വെക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.